ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോക്ക് ഓഫ് ദ നേഷൻ ചർച്ചിൻ്റെ മീഡിയ മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനം അത് ചൈതന്യം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിന് പ്രകാശം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം എവിടെല്ലാം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ രൂപാന്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തൻ്റെ തിരുവചനത്തെ പഠിക്കുവാനും ധ്യാനിക്കുവാനും നൽകി തന്ന ഈ നല്ല നിമിഷത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതർ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. അതിനുവേണ്ടി വീടുകളും വിപണികളും വീതികളും എല്ലാം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ വേണ്ടി വ്യത്യസ്ത നിലവാരങ്ങളിൽ ഒരുങ്ങുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം തിരുവചനത്തിന്റെ വാഗ്ദത്തത്തിന്റെ ഒരു നിവർത്തിയായിരുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ യേശുക്രിസ്തു ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിശുദ്ധ ബൈബിളിൽ തന്റെ ജനനത്തെ പറ്റി രേഖപ്പെടുത്തിയിരുന്നു. യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്നും യേശുക്രിസ്തു ബെത്ലഹേം എന്ന് അറിയപ്പെടുന്ന ചെറിയ ഗ്രാമത്തിൽ ജനിക്കുമെന്നും താൻ കന്യകയിൽ ജനിക്കുമെന്നും താൻ യഹൂദ ഗോത്രത്തിൽ ജനിക്കുമെന്നും പ്രവാചകന്മാർ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം ഒരു പ്രവചനത്തിന്റെ നിവർത്തിയാണ്, ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ്. ലോകത്തിലെ ഏതെങ്കിലും മഹത് വ്യക്തികൾ, ലോകത്തിലെ ഏതെങ്കിലും വ്യക്തികൾ ജനിക്കുന്നതിന് മുൻപായി അവരുടെ ജന്മസ്ഥലമോ അവരുടെ പേരോ അവരുടെ പാരമ്പര്യമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ തൻ്റെ ജന്മസ്ഥലത്തെ പറ്റി, തൻ്റെ ജനനത്തെ പറ്റി, തൻ്റെ പേരിനെ പറ്റി പ്രവാചകന്മാർ രേഖപ്പെടുത്തി. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനം പോലെയല്ല, പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ജനനമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജനനം. യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ സന്ദർഭത്തിൽ സംഭവിച്ച ചില വിവരണങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അന്ന് റോമ ഗവൺമെന്റിന്റെ ഭരണം നടക്കുന്ന കാലഘട്ടം. ഹെരോദ രാജാവ് അന്നത്തെ ഒരു ഭരണാധികാരിയായിരിക്കുന്ന സന്ദർഭം. അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ബലഹീനരും ഏറ്റവും ചെറിയ
സമൂഹം എന്ന് കരുതപ്പെടുന്ന ആട്ടിടയന്മാർ ഒരു വെളിപ്രദേശത്ത് ആടുകളെ കാവൽ കാത്ത് കിടക്കുന്ന സന്ദർഭത്തിൽ അവർക്കൊരു ദിവ്യമായ വെളിപ്പാടുണ്ടായി. ദിവ്യമായ ഒരു ദർശനം മാലാഖമാർ നൽകുന്നു. അതാണ് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. ദൈവം ഇവരോട് ഒരു വലിയ അരുളപ്പാട് മാലാഖ മുഖാന്തരം സമൂഹത്തിലെ ഏറ്റവും ചെറിയവരായിരിക്കുന്ന ആട്ടിടയന്മാരോട് അറിയിക്കുകയാണ്. ആട്ടിടയന്മാർ ഞാൻ ഓർപ്പിച്ചതുപോലെ അവഗണിക്കപ്പെട്ടവരും നിസ്സാരരുമായ ഒരു കൂട്ടം സമൂഹമാണ്. പ്രത്യേകിച്ച് ജ്ഞാനത്തിന്റെ അപര്യാപ്തതയുള്ളവർ, ഭൗതിക സമൃദ്ധിയില്ലാത്തവർ, പാരമ്പര്യമായി പ്രത്യേക ശ്രേഷ്ഠതകൾ ഒന്നുമില്ലാത്തവരാണ് ആട്ടിടയർ. അങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനാണ് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദൈവം അറിയിക്കുന്നത്. ആ സമൂഹത്തിൽ ശ്രേഷ്ഠരായ അനേക വ്യക്തികളുണ്ടായിരുന്നു. ഭരണാധികാരികളുണ്ടായിരുന്നു, മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും റബിമാരും ഒക്കെ ഉണ്ടായിരുന്നു. സത്രക്കാരെ പോലെയുള്ള ബിസിനസ് ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊരാരോടും ആ വെളിപ്പെടുത്തൽ ഉണ്ടാകാതെ ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വാർത്ത ലഭിച്ചത് പാവപ്പെട്ടവരായ ചെറിയവരായ ആട്ടിടയന്മാർക്കാണ്. ദൈവം ഇന്നും ചെറുതെന്നും നിസ്സാരമെന്നും കരുതുന്നതിനെ സ്നേഹിക്കുകയും അവരോട് ദൈവം വ്യത്യസ്ത നിലവാരങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ദൈവമാണ്. ഇവിടെ വെളിപ്രദേശത്ത് കാവൽ കാത്തു കിടക്കുന്ന ഇവരുടെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. അവരോട് പറയുന്നു, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനായിട്ടുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആദ്യത്തെ സുവിശേഷ സന്ദേശമാണ് ഇവിടെ ദൂതന്മാർ ആട്ടിടയന്മാരോട് പറയുന്നത്. ആദ്യത്തെ ക്രിസ്മസ് കരോൾ പാടിയത് ആട്ടിടയന്മാർക്ക് വേണ്ടി ദൂതന്മാരാണ്. അവരുടെ പദം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഭയപ്പെടേണ്ട, ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. വളരെ ഭയത്തോടെയാണ് ഈ ആട്ടിടയന്മാർ അവരുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും ജീവിച്ചു വന്നിരുന്നത്. അവിടെ ഒന്നാമത്തെ ഭയം, റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ ആഗ്രഹിച്ചിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഈ പ്രിയപ്പെട്ടവർ ആ ഭയത്തിൽ നിന്ന് ഒരു രക്ഷയുണ്ടാകണം, ഒരു വിടുതൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ ആളുകളായിരുന്നു ആട്ടിടയർ. രണ്ടാമതായിട്ട് ഇവരുടെ ഉപജീവന മാർഗം, ഇവരുടെ ഭൗതിക മാർഗം ആടുകളെ വിറ്റും ആടുകളെ പരിപാലിച്ചുമാണ് ഇവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആടുകൾക്ക് മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന വിലക്കയറ്റവും വിലയിറക്കവും എല്ലാം ഇവരുടെ ഭൗതിക മേഖലകളെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും നാളെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആകുലത, ഒരു ഉത്കണ്ഠ ഈ ആട്ടിടയന്മാരെ ഭൗതികപരമായ മേഖലയിൽ ഭരിച്ചിരുന്നു. അതുപോലെ ആധ്യാത്മിക മേഖലകളിൽ കടന്നു ചെല്ലാനായിട്ടുള്ള സാധ്യതകൾ ആട്ടിടയന്മാർക്ക് വളരെ കുറവായിരുന്നു. പഴയ നിയമത്തിന്റെ താളുകളിലൊക്കെ അപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാലാമതായിട്ട് ഇവർ അനുഭവിച്ച മറ്റൊരു ഭയം, നാളുകളോളം ഇവർ ആടുകളെ നോക്കി വിവിധ കാലാവസ്ഥയുടെ വ്യത്യസ്ത മാറ്റങ്ങളിൽ തണുപ്പും ചൂടും ഒക്കെ ഏറ്റ് ഇവരുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ശരീരം ബലഹീനമാകാൻ സാധ്യതയുണ്ട്, രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്, ക്ഷീണം അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ അവർ ഒരു ഭയപ്പാടിലായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഭയം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ആട്ടിടയർ. സാമൂഹികപരമായി ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചവർ, ഭൗതികപരമായിട്ട്
ഒരു മുന്നേറ്റം ഉണ്ടാകുമോ, ഭാവി ശുഭകരമാകുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ടവർ, അതുപോലെ തന്നെ അവരുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ അത് ആരോഗ്യമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ലല്ലോ എന്ന് ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങൾ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ആ പ്രത്യേക ദിനത്തിൽ ഒരു വലിയ സന്ദേശം അവരുടെ ഹൃദയത്തിൽ കുളിർമ പകരുകയാണ്. ആ സന്ദേശം ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള മഹാസന്തോഷം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ആകുലതകളുടെയും ഉത്കണ്ഠതകളുടെയും മധ്യത്തിൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഉള്ള സന്ദേശം ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്കായി ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനം അത് പ്രത്യാശ നൽകുന്നതാണ്, ജീവിതത്തിന്റെ ഭയങ്ങളെ മാറ്റുന്നതാണ്, ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ആ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ തുടർന്നുള്ള ദിവസങ്ങൾ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ ചൊരിയട്ടെ. ഭയം നിറഞ്ഞ ഈ ലോകത്തിൽ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളുള്ള ഈ ലോകത്തിൽ, ജീവിതത്തിന്റെ ഭാവി എന്താണെന്ന് ചിന്തിക്കുന്ന ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുടെ കനലുകൾ നൽകിത്തരുന്ന സുവിശേഷം, നിങ്ങൾക്ക് പ്രത്യാശയിലേക്ക് നടത്തുന്ന സുവിശേഷം നിങ്ങളെ ധൈര്യത്തോടെ വരുന്ന ദിവസങ്ങളിൽ നടത്തും. ഭയപ്പെടാതെ മുന്നേറുവാനുള്ള ദൈവകൃപ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവകൃപാലുവായ ദൈവം നിങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും, ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ
ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ